തൃശൂരിലെ പരാജയ നിരാശയിൽ നിന്ന് കെ മുരളീധരനെ ആശ്വസിപ്പിച്ച് സമാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് കെ മുരളീധരനുമായിട്ട് നേരിട്ട് കാണാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പിൻവാങ്ങിയിരിക്കുന്നു. കേരള വിഷൻ ന്യൂസ് ഇന്ന് ആ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ടതിന്റെ പിറകെ മറ്റ് മാധ്യമങ്ങളും ഏറ്റുപിടിച്ച് വിവരം പുറത്തായതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് വിവരം. റിയാസ് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അതായത് ഈ കൂടിക്കാഴ്ചയുടെ വിവരം ചോർന്നതിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന് വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആദ്യം കെ സുധാകരൻ പദ്ധതി ഇട്ടിരുന്നത് കോഴിക്കോട് വീട്ടിലെത്തി നേരെ ഉച്ച കഴിഞ്ഞ് കോഴിക്കോട് വീട്ടിലെത്തി കെ മുരളീധരനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുക എന്നതായിരുന്നു. എന്നാൽ വിവരം ചോർന്നതോടുകൂടി ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്നാണ് കെ സുധാകരൻ മാധ്യമങ്ങളെ അറിയിച്ചത്. അപ്പോഴും നമുക്കൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തത് ഒരുപക്ഷെ രാത്രിയിൽ കൂടിക്കാഴ്ച നടന്നുകൂടായില്ല എന്നുള്ളതാണ്. തൽക്കാലം മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റി അതിനുശേഷം കൂടിക്കാഴ്ച എന്നുള്ളതായിരിക്കും. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം തീർച്ചയായും കൂടിക്കാഴ്ച നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി കണ്ണൂരിൽ അല്പം മുൻപ് കെ സുധാകരൻ പറഞ്ഞ ഒരു കാര്യം, വേണ്ടി വന്നാൽ കെ മുരളീധരന് KPCC പ്രസിഡന്റ് സ്ഥാനം നൽകും. ഏത് സ്ഥാനത്തിനും ഫിറ്റാണ് കെ മുരളീധരൻ, അതിലൊരു തർക്കവുമില്ല. മുരളിക്ക് എന്താ KPCC പ്രസിഡന്റ് ആയിക്കൂടെ എന്ന് പറയുന്നു. താൻ അതിന് തടസ്സം നിൽക്കില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. അത് KPCC നേതൃത്വത്തിന് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം അതിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KPCC നേതൃത്വത്തിന്റെ മുന്നിലുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളതാണ്. അല്പം മുൻപാണ് കെ സുധാകരന്റെ ദൂതനായിക്കൊണ്ട് MK രാഘവൻ ഈ കെ മുരളീധരന്റെ വീടായ ജ്യോതിസിൽ കോഴിക്കോട് വസതിയിൽ എത്തിയത്. അവിടെ ഈ MK രാഘവൻ കെ മുരളീധരനുമായി സംസാരിക്കുകയും ആ സംസാരത്തിൽ കൃത്യമായി തന്നെ തന്റെ തോൽവിക്ക് ഉത്തരവാദികളായ ആളുകളെ കുറിച്ച് ഉൾപ്പെടെ കെ മുരളീധരൻ പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർമുലയെ കുറിച്ച് MK രാഘവൻ സൂചിപ്പിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഈ KPCC പ്രസിഡന്റ് എന്ന പദം ആണെങ്കിൽ ഒരുപക്ഷെ അനുനയ നീക്കം നടക്കുമെന്ന രീതിയിലേക്ക് നേതൃത്വം ചിന്തിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അത്തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. എന്തായാലും അത് വരുന്ന ദിവസങ്ങളിലായിരിക്കും അത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുക. അതിൽ കെ സുധാകരൻ എടുക്കുന്ന നിലപാട് ഒപ്പം തന്നെ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന നിലപാടുമായിരിക്കും നിർണായകമാവുക. അതിനായി തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരന്റെ നാവിൽ നിന്ന് തന്നെ KPCC അധ്യക്ഷ പദം കെ മുരളീധരന് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ കൊടുക്കാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ്, അതിന് ഫിറ്റാണല്ലോ, എന്താണ് അതിൽ തടസ്സം, ഒരു സംശയമില്ല എന്ന് കെ സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സൂചനയായിട്ട് ഈ നിമിഷം നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടി